നമസ്കാരം. സമ്പന്നതയിലേക്ക് എത്തണമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സമ്പന്നതയിലേക്ക് എന്തുകൊണ്ട് എത്താൻ സാധിക്കുന്നില്ല? സമ്പന്നതയിലേക്ക് എത്താൻ 5 സ്റ്റെയർ കേസസ് ചവിട്ടി കയറണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പഠിപ്പിക്കുന്നത്. ഈ 5 സ്റ്റെയർ കേസസും ചവിട്ടി കയറി ആ സമ്പത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ജസ്പേറ്റ് ബിൽഡേഴ്സിന്റെ MD-യും ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറുമായിട്ടുള്ള ഡോക്ടർ നിഷാദ് അബൂബക്കർ. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ലിൻഡു പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കൂടിക്കാഴ്ച? പറഞ്ഞോളൂ. യെസ് സർ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുടെ ആകുലതയാണ് സമ്പന്നനാകണമെന്നുള്ളത്. പക്ഷേ സമ്പന്നനാകാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ട് പോലും പല കാര്യങ്ങളാൽ ഈ റിസ്ക് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടോ ഒരുപാട് കാരണങ്ങളാൽ എല്ലാവരും സമ്പന്നതയിലേക്ക് എത്തുന്നില്ല. എന്താണ് സർ 5 സ്റ്റെയർ കേസസ് ടു വെൽത്ത്, 5 സ്റ്റെയർ കേസസ് ടു വെൽത്ത്? സത്യം പറഞ്ഞാല് ഈ സമ്പന്നനാവാനായിട്ട് 5 സ്റ്റെയർ കേസ് ഉണ്ടെന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഞാനും പഠിച്ചത്. ഞാനിപ്പോൾ 1999 ബിസിനസ്സിലേക്ക് വരണത്. ഇപ്പോൾ 26 വർഷം കംപ്ലീറ്റ് ആവാൻ വേണ്ടി പോവാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2020 വരെ എന്നെ സംബന്ധിച്ച് ബിസിനസ്സാണ്, പക്ഷേ സമ്പന്നനാവാൻ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് പഠിച്ചത് സമ്പന്നനാവണോ 5 സ്റ്റെയർ കേസ് ചവിട്ടിക്കയറണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെയർ കേസിൽ നമ്മളെല്ലാവരും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ലിൻഡു തന്നെ അല്ലേ 18 to 20 ആ സമയത്തൊന്ന് പറഞ്ഞേ. സ്വാഭാവികമായിട്ടും എല്ലാം ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര്, ഇപ്പം എനിക്ക് 25 വയസ്സ്, ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് പേര് എൻ്റെ കൂടെ ഉള്ളവർ പോലും ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോബിന് വേണ്ടിയിട്ട്. ജോബ് എങ്ങനെയൊക്കെ കിട്ടാം എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഓഫ് കോഴ്സ് അത് പറഞ്ഞ കറക്റ്റ് ആണ്. 18 മുതൽ 25 വയസ്സുള്ളവർ എപ്പോഴും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അതെ, പക്ഷെ തെറ്റല്ല. പക്ഷെ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ്. അപ്പൊ ഇതിൽ ഇപ്പൊ ലിൻഡുവിനെ സംബന്ധിച്ച് എനിക്ക് 18ാമത്തെ വയസ്സിൽ മെഡിക്കൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആയിരുന്നു അല്ലേ? ഓക്കെ, അവിടെ നിന്നാണ് കരിയർ തുടങ്ങിയത്. ഞാൻ 17ാമത്തെ വയസ്സിൽ ആദ്യം ഒരു വെയിറ്റർ ആയിരുന്നു റെസ്റ്റോറൻറ്റിൽ. ആ റെസ്റ്റോറൻറ്റിലെ വെയിറ്ററായിട്ട് കയറി 50 രൂപ ദിവസ വരുമാനം കിട്ടുന്ന ഒരു ജോലിയായിരുന്നു. ഓ സാറ് ഇത്രയും വലിയ ഉന്നതി നിൽക്കുന്ന സാറ് തുടക്കം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വെയിറ്ററിൽ നിന്നാണ്. 50 രൂപ ദിവസ കൂലിക്ക്. അതെ അതെ, അതായത് മാസം 1500 രൂപ. അപ്പൊ അതിൽ അന്ന് എൻ്റെ ജോലി എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്ക് വന്നിട്ട്, സ്വന്തം ഫാദറിന്റെ റെസ്റ്റോറൻറ്റ് തന്നെയാണ്, പക്ഷെ ഫാദർ എന്നെ ഒരു തൊഴിലാളിയുടെ വില പോലും തന്നിരുന്നില്ല. അത്രയ്ക്കും കഷ്ടപ്പെടുത്തിയിട്ടാണ് 2.5 വർഷമാണ് നിർത്തിയത്. പക്ഷെ ഞാനിന്ന് മനസ്സിലാക്കുന്നു, ഇന്ന് നന്ദി പറയുന്നത് എൻ്റെ ഫാദറിനോടെയാണ്. കാരണം അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ, കാരണം 6 മണിക്ക് ഷോപ്പ് തുറക്കേണ്ട ഉത്തരവാദിത്തം ഇരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ ക്യാഷ് കൗണ്ടർ ഇരിക്കാൻ പാടില്ല. അതായത് ആളുകൾക്ക് ചായയും മറ്റും കൊടുത്തോളണം, എന്നിട്ട് നിന്നുകൊണ്ട് പൈസ മേടിച്ചോളണം. ഫാദർ 7 മണിക്ക് വരുള്ളൂ. അപ്പം അതുവരെ ഞാൻ അതും രണ്ടും നോക്കണം. അങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്ക് തിരക്ക് കഴിയും. പക്ഷെ അപ്പോഴും മാക്സിമം അരമണിക്കൂർ ഇരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് 9:30 വരെ വീണ്ടും ഇത് തന്നെയാണ്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു 50 രൂപ. പക്ഷേ ഈ 17ാമത്തെ വയസ്സിലൊക്കെ 50 രൂപ എന്ന് പറയുമ്പോൾ അന്ന് അധ്വാനിച്ച് കിട്ടിയ പൈസക്ക് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അങ്ങനെ 2.5 വർഷത്തോളമാണ് ഈ 1500 രൂപ ജോലിക്ക് അവിടെ ആ റെസ്റ്റോറൻറ്റിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതായത് സാറ് പറഞ്ഞു വരുന്നത്, ആദ്യമേ ഒരു ജോലി തുടങ്ങി, അല്ലെങ്കിൽ ജോലിയിൽ നമ്മൾ തുടങ്ങുന്നത് തെറ്റില്ല. കാരണം ജോലിയിലൂടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പം സാറ് പറഞ്ഞു 6 മണിക്ക് തന്നെ ഇത് വന്ന് തുറക്കണം, അതായത് ആ ഷോപ്പ് വന്ന് തുറക്കണം. അപ്പൊ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവും. അതിനോടൊപ്പം 50 രൂപയുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് സാറ് ബേസിക്സ് ഓഫ് മണി. അതെ അതെ. അപ്പോൾ ഡിസിപ്ലിൻ പഠിച്ചു, റെസ്പോൺസിബിലിറ്റി പഠിച്ചു, പങ്ക്ച്വാലിറ്റി പഠിച്ചു. അതൊക്കെ അതിൽ നിന്ന് കിട്ടിയതാണ്. അതാണ് ഇന്ന് ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അന്ന് പഠിച്ചത് തന്നെയാണ്. പക്ഷെ അതേസമയം എന്നെ എൻ്റെ ഫാദർ കൊണ്ടുവന്നിട്ട് പറയാണ്, നീ എൻ്റെ മോനല്ലേ, നീ ഒരു ക്യാഷിൽ മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിലോ. സാറിന് ഈ ബേസിക്സ് ഓഫ് മണിയും മനസ്സിലാവില്ലായിരുന്നു, ഡിസിപ്ലിൻ അറിയില്ലായിരുന്നു, റെസ്പോൺസിബിലിറ്റിയിലേക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പോലും സാറിന് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ലായിരുന്നു. അതെ, ഭൂരിഭാഗം ആളുകളും ഇതേപോലെ ഒരു ഫസ്റ്റ് സ്റ്റെയർ കേസിൽ തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്ററായിട്ട് നിന്നിരുന്നെങ്കിലോ, അല്ലെ, ഇന്നത്തെ ഞാനില്ല അല്ലെ. ഇന്ന് കൂടി വന്നൊരു വെയിറ്റർക്ക് കിട്ടുന്നത് 25,000, 30,000, മാക്സിമം 50,000 രൂപ. അത്രയൊന്നും കിട്ടുമെന്ന് എനിക്കറിയില്ല. ആ ഒരു എമൗണ്ടിൽ നിൽക്കേണ്ടി വന്നേനെ. പക്ഷേ അവിടെ 19.5 വയസ്സ്, 20 വയസ്സായിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അടുത്ത ഒരു സ്റ്റെയർ കേസിലേക്ക് ഞാൻ ചവിട്ടി കയറി. അപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നതെന്നറിയോ, ഇവിടെ ജോലിക്ക് കയറുന്നു,
അവിടെ നിന്ന് ഒരു സാലറി കിട്ടുന്നു. അപ്പൊ ഇതിന് വിളിക്കുന്ന പേരാണ് സെല്ലിംഗ് ടൈം എന്ന് പറയും. അതായത് നമ്മുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കിയ ആ സമയത്ത്. ഇത് മാക്സിമം 3 ഇയർ പാടുള്ളൂ. പക്ഷേ മിക്ക ആൾക്കാരും എന്ത് ചെയ്യും, ആ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ജോലി ചെയ്ത് മറ്റൊരാളുടെ കീഴിൽ അല്ലെ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കണം. അതായത് 3 ഇയേഴ്സ് എന്നുള്ളത് ഒരു ലൈഫ് ടൈമിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. ലൈഫ് ടൈം, അതായത് 56-60 വയസ്സ് വരെ അവിടെ തന്നെ, ഒരിക്കലും 35 കൊല്ലം 25 വയസ്സിൽ ജോലി തുടങ്ങി 60 വയസ്സ് വരെ ഈ ഒരു സെല്ലിംഗ് ടൈമിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ എന്തുണ്ട്, അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സമ്പന്നാവില്ല. സമ്പന്നനാവണമെങ്കിൽ ബുദ്ധിയും കൂടി ഉപയോഗിക്കണം. ബുദ്ധിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് എംപ്ലോയീസ് എല്ലാം ബുദ്ധി ഉപയോഗിക്കുന്നില്ല എന്നല്ല പറയണത്, പക്ഷെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി, മറ്റേത് ഒരു മുതലാളിക്ക് വേണ്ടി ബുദ്ധി ഉപയോഗിക്കണം, പക്ഷെ സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധി ഉപയോഗിക്കുന്നില്ല. എനിക്ക് കൂടുതൽ ഉന്നതി വരണമെന്ന് ആഗ്രഹിച്ച് സ്വന്തമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് ബുദ്ധി ഉപയോഗിക്കണം. യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ 1999 എനിക്ക് വയസ്സ് 19 കഴിഞ്ഞ് 20 എത്തുന്ന സമയത്ത് ഞാൻ ഫാദറിനോട് പറഞ്ഞ് എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കോട്ട് ചോദിക്കുകയാണ്. അന്ന് ഞങ്ങളെ റെസ്റ്റോറൻറ്റിലെ ബിസിനസ് 38,000 രൂപയാണ്, ആവറേജ് 40,000 രൂപയിൽ നിന്ന് നിൽക്കും. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ തുടങ്ങിക്കോ, പക്ഷേ തുടങ്ങാനുള്ള സമയം ഇപ്പം നടക്കുന്ന ബിസിനസ് ആവറേജ് നടക്കുന്നതാണ് 10,000 നീ ഇതിൻ്റെ വർധനവും ഉണ്ടാകണം. എങ്ങനെ? അതായത് 40,000 ആവറേജ് എത്തുന്നത് 50,000 എത്തിച്ചാൽ മാത്രം തുടങ്ങാം. അപ്പൊ ഒരു ടാർഗറ്റ് തന്നു. ഞാൻ നോക്കിയപ്പോൾ കസ്റ്റമർ ഒക്കെ വരുന്ന ആൾക്കാർ സെയിം ആണ്. കാരണം ടേബിളിന്റെ എണ്ണം കൂടുന്നില്ല. ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ബില്ല് കിട്ടണമെങ്കിൽ ഇത്ര ടേബിൾ ഇൻറ്റു ഇത്ര ബില്ല് എമൗണ്ട് ആണ്. അപ്പൊ ഞാൻ വെച്ചത് എങ്ങനെ കൂട്ടാനാ? അപ്പൊ ഞാൻ ഫാദറിനോട് ഒരു കാര്യം ചെയ്യും, ടേബിളിന്റെ എണ്ണം കൂട്ടും. അത് പറ്റില്ല. ടേബിളിന്റെ എണ്ണം സെയിം, അതോടൊപ്പം തന്നെ വരുന്ന കസ്റ്റമേഴ്സ് അവിടെ ഒരു വലിയ ടൗൺ ഒന്നല്ല, വരുന്ന കസ്റ്റമേഴ്സ് സെയിം ആണ്. ഞാനിത് എവിടെ പോയി ഉണ്ടാക്കും? അങ്ങനെയാണ് അന്ന്. വേറെ നിവൃത്തിയില്ല, തുടങ്ങിയല്ലേ പറ്റൂ, അല്ലെങ്കിൽ എന്തും ഈ വെയിറ്റർ പണി എടുക്കണ്ടേ. അപ്പൊ ഒരു അല്ലെ മോചനം കിട്ടണമല്ലോ. അപ്പൊ അന്ന് ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവരെടുത്ത് അപ്സെൽ ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ എക്സാമ്പിള് നമ്മൾ ഇപ്പോ കണ്ടിട്ടില്ലേ വെജിറ്റേറിയൻ ഹോട്ടൽ, അതായത് ഏതൊക്കെയാണ്, മറ്റേ ആര്യാസ്, അന്നപൂർണ, പിന്നെ എവിടെ അങ്ങനെ ശരവണ ഭവൻ, ഇവിടെ ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. മസാല ദോശ പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു സാധനം വെറുതെ വെച്ചിട്ട് ചോദിക്കാത്ത ഒരു സാധനം എന്താണ്? വട അല്ലെ? ഈ വടയിൽ സംഭവിക്കണത് എന്താണെന്നറിയോ? ഒരു മസാല ദോശക്ക് എക്സാമ്പിൾ ആയിട്ട് 100 രൂപ കൂട്ടും. ഇവർ ഇതിന്റെ ഇവിടെ വട വെച്ചിട്ട് 10 രൂപ. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? 100 രൂപ 10 രൂപ അവർ എക്സ്ട്രാ ഉണ്ടാക്കി. അപ്പൊ ഒരു കടയിൽ ഒരു 500 വെജിറ്റർ ഹോട്ടലൊക്കെ ആവറേജ് ഒരു 1,500 മസാല ദോശ വെക്കും. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? എക്സ്ട്രാ ഒരു 500 × 10 കൂടി. എത്രയായി? 500 × 10 5,000 റുപ്പീസിന്റെ വർധന വന്നു അല്ലേ? അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഉപയോഗിച്ചത്. കാരണം ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ അല്ലെ? പിന്നെയാണ് അത് പഠിച്ചത് അപ്സെല്ലിങ്. അതായത് ഒരു സാധനം മേടിച്ച ആൾക്ക് വേറൊരു സാധനം വിൽക്കുന്നു. അപ്പൊ ഈ 500 പേർക്ക് മസാല ദോശ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ വട വെച്ചു കൊടുത്താൽ ഒരു 10-20 ആൾ വേണ്ടാന്ന് പറയും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് കഴിക്കും. അപ്പൊ എന്തായി? 100 രൂപയുടെ ബില്ലിന്റെ കൂടെ 5,000 എക്സ്ട്രാ കിട്ടിയവിടെ. ഓക്കെ, അപ്പൊ ഞാൻ ചിന്തിച്ചത് എങ്ങനെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ റെസ്റ്റോറൻറ്റിൽ അല്ലെ ഇതേ സംഭവം നടപ്പിലാക്കി. അതൊന്നും. രണ്ടാമതായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ആദ്യം ചോദിക്കും, സാറേ സൂപ്പ് വേണ്ടേന്ന് ചോദിക്കും. ഓക്കെ, പക്ഷെ ഒരുവിധ ആൾക്കാർ സൂപ്പ് കഴിക്കില്ല, എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ സൂപ്പ് കഴിക്കും. അപ്പൊ എന്താക്കി? ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് സൂപ്പ് കഴിക്കൽ നിർബന്ധമാക്കി മാറ്റി. സൂപ്പ് കഴിച്ചില്ലെങ്കിൽ ഒരു കുറച്ചിൽ പോലെ. അപ്പൊ എന്നിട്ട് അന്ന് സൂപ്പിന് 30 രൂപയാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, അതെ പൈനാപ്പിൾ ജ്യൂസ് വേണോ ഗ്രേപ്പ് ജ്യൂസ് വേണോ? എങ്ങനെ? ജ്യൂസ് വേണം എന്നുള്ളതല്ല, ഏത് ജ്യൂസ് വേണമെന്ന് ചോദിക്കുള്ളൂ. രണ്ട് ഓപ്ഷൻസ് അവർക്കുള്ളൂ, ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തോളും. അപ്പൊ എന്ത് ചെയ്തു? ഭക്ഷണത്തിന് മുമ്പ് സൂപ്പ് കൊടുത്തു, ഭക്ഷണം കൊടുത്തതിന്റെ കൂടെ ഒരു വട വെച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവരെ ഒരു ദഹനത്തിന് വേണ്ടിയിട്ട്, അപ്പൊ ചിലർ പറയും ഞങ്ങൾക്ക് കോള മതി, ചിലർ പറയും ലൈം ടീ മതി, വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, ഒരു എക്സ്ട്രാ ബില്ല് കയറി കിട്ടുമല്ലോ. അങ്ങനെ അത് കഴിച്ച് കഴിയാൻ പോകുമ്പോഴത്തേക്കും ഡെസേർട്ട്, ഫ്രൂട്ട് സലാഡ് വേണോ, ഫലൂദ വേണോ, ഐസ്ക്രീം വേണോ, അടുത്ത ഓപ്ഷൻ. ഓക്കെ, അങ്ങനെ എന്താക്കി? ഇതൊരു പാറ്റേൺ ആക്കി മാറ്റി അവിടെ. അങ്ങനെ സത്യം പറഞ്ഞാൽ 1.5-2 മാസം കൊണ്ട് ഈ ബിസിനസ് ഞാൻ കവർ ചെയ്തു. ഇനി മറ്റൊന്നും കൂടെ ചെയ്തു. ഇപ്പൊ ചിലർ കാണാം ഹസ്ബൻഡ് മാത്രം വരികയാണ്. അപ്പൊ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി അല്ലെങ്കിൽ മസാല ദോശ എങ്ങനെയാണ്? നല്ലതാ. വൈഫിന് 2 പാർസൽ എടുക്കട്ടെ. ഇതെങ്ങനെ വേണ്ടെന്ന് പറയും.
അതെ, അല്ലെ? സ്വന്തം കഴിച്ചിട്ട് പോകുമ്പോ ചോദിക്കുമ്പോ എങ്ങനെ വേണ്ടാന്ന് പറയും. അല്ല ഉറപ്പായിട്ടും നല്ലൊരു ടേസ്റ്റ് ഉള്ള ഫുഡും കൂടെ ആണെങ്കിൽ ഉറപ്പായിട്ടും പറയും അത് വീട്ടുകാർക്ക് കൂടെ കൊടുക്കണം എന്ന് അവർ ആഗ്രഹിക്കും. അതെ. അപ്പൊ ഒരു 100 രൂപ ബില്ലിന് വന്നോരോ അയാളെ കൊണ്ട് എങ്ങനെ 500 രൂപ ബില്ല് ഉണ്ടായേക്കാം? പോട്ടെ 200 രൂപ അല്ലെ? അപ്പോ 1.5 മാസം കൊണ്ട് ഞാൻ ഈ ടാർഗറ്റ് ഒക്കെ കവർ ചെയ്ത് മുകളിൽ പോയി. അപ്പൊ അന്നൊരു കാര്യം മനസ്സിലായി അല്ലെ, എനിക്കിനി ബുദ്ധി ഉപയോഗിച്ച് എന്താണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അന്ന് ഒരു കാര്യം ഉറപ്പിച്ചു. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനേക്കാളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്വന്തമായിട്ട് തുടങ്ങണം. ഓ, അതായത് ഒരു ജോലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സാർ സ്വന്തമായി തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. അതെ. അപ്പോൾ സെല്ലിംഗ് ടൈം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ നേരെ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി, സെല്ലിംഗ് സർവീസ്. അവിടെ കാറ്ററിംഗ് സർവീസ് തുടങ്ങുന്നു, ഈവന്റ് മാനേജ്മെന്റ്, ഇതൊക്കെ സർവീസിന്റെ ഭാഗമാണ്. അങ്ങനെ ഇത് തുടങ്ങി ഒരു ബ്രാൻഡ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. പിന്നെ അങ്ങോട്ട് ഒരു റെസ്റ്റോറൻറ്റ് 2 എണ്ണമായി, 3 എണ്ണമായി, 4 എണ്ണമായി, 14 എണ്ണം വരെ. ഓക്കെ, 2020 വരെ ആ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷെ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഭൂരിഭാഗം ആളുകൾ ഇതേമാതിരി ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒതുങ്ങിക്കൂടും. കാരണം ഈ സെക്കൻഡ് സ്റ്റേജിൽ അവിടെ സംഭവിക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, ഇപ്പോൾ ഇവിടെ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിനർമാർ, പിന്നെ എന്താ പറയുക, അക്കൗണ്ടന്റുമാര്, അല്ലെ, ചില അഡ്വക്കേറ്റ്സ്, ഇവരൊക്കെ ഒന്ന് സർവീസാണ് വെക്കണം. പക്ഷേ ഈ സർവീസ് വിറ്റ് ജീവിച്ചാലും ഒരു കാരണം സമ്പന്നാവാൻ പറ്റില്ല. ഞാൻ പഠിച്ചൊരു പാഠം തരുന്നു, ഞാൻ ചില സർവീസ് തന്നെയാണ്. പക്ഷെ എന്താണ്, ഈ സർവീസ് വിട്ട് ജീവിക്കുമ്പോൾ എന്ത് വേണം? അവിടെ വിൽക്കുന്ന വ്യക്തി അവിടെ വേണം. ആ വ്യക്തിയുടെ പേരിലായിരിക്കും ഈ സ്ഥാപനം അറിയപ്പെടാം. മാത്രമല്ല അപ്പൊ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, സർവീസ് വിറ്റ് ജീവിച്ചാലും സമ്പന്നാവാൻ പറ്റില്ല. ഓ, അപ്പൊ സർവീസ് വിറ്റ് ജീവിച്ചാലും നമുക്ക് സമ്പന്നനാവാൻ സാധിക്കില്ല. ഒരു കൂട്ടം ആളുകൾ സെല്ലിംഗ് ടൈം സമയത്തെ വിറ്റ് ജീവിക്കുന്നു, ഒരുപാട് പേർ അതിൽ തന്നെ തുടരുന്നു. ചിലർ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് സെല്ലിംഗ് സർവീസിലേക്ക് കടന്നാൽ പോലും അവിടെയും സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നുണ്ട് റയറായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1% ആൾക്കാരൊക്കെ ഒന്ന് പുറത്തേക്ക് വരാറുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിയോ എന്തൊക്കെയാന്നുള്ളത്? യെസ്, സാർ തന്നെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അതായത് 4 കാര്യങ്ങൾ. ഹൈ ഡിമാൻഡ്. ഒന്നാമത്തെ കാര്യം, അവർ ചെയ്യുന്നതിൽ ഒരു ഹൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പം സാർ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ വേണ്ട, ഇപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ഈ പുള്ളിയുണ്ട്, ഈ പുള്ളിക്ക് 4 കാര്യങ്ങൾ ചെയ്ത സെറ്റ് ആവും. എന്താവണം? ഒന്ന് ഹൈ ഡിമാൻഡ്, ഞാൻ വിളിക്കുമ്പോൾ വരാൻ പാടില്ല, എപ്പോ വിളിച്ചാലും തിരക്കുന്നു പറയാം, അപ്പൊ ഡിമാൻഡായി. പിന്നെ രണ്ടാമത്തെ ലോ സപ്ലൈ ആയിരിക്കണം. ലോ സപ്ലൈ. ഞാൻ മാസത്തിൽ 4 വർക്ക് എടുക്കൂ, അപ്പൊ എന്തായി? ലോ സപ്ലൈ ആണ്, ഹൈ ഡിമാൻഡ് ആണ്. പക്ഷെ എനിക്ക് ഷൂട്ടിങ്ങിന് വരണമെങ്കിൽ എന്ത് വേണം? ഒരു ഒറ്റ ഷൂട്ടിന് 10 ലക്ഷം കിട്ടണം, ഡിമാൻഡ് ചെയ്യണം. പിന്നെ അതിനോടൊപ്പം തന്നെ സ്ട്രോങ് പൊസിഷനിങ് നടത്തണം. ഇത് 10 ലക്ഷം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? സ്ട്രോങ് പൊസിഷനിങ്. എന്നെ പോലെ വേറെ ഉണ്ടാവാൻ പാടില്ല. ഈ പൊസിഷൻ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? എന്റെ വീഡിയോഗ്രാഫി പോലെ വേറൊരുത്ത് ഉണ്ടാവാൻ പൊസിഷൻ ഇല്ല അല്ലെ? അതേപോലെ ഇപ്പൊ നമുക്കറിയാം, വേടൻ സെല്ലിംഗ് സർവീസാണ്. പക്ഷെ എന്താണ്, വേടന് പകരമൊക്കെ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഒരു ഷോയ്ക്ക് 15-20 ലക്ഷം മേടിക്കണം അല്ലെ? ഇപ്പൊ റിമി ടോമി ഷോ എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? റിമി ടോമിക്ക് പകരം വെക്കാൻ വേറെ ആരുമില്ല. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം? നമ്മള് പൊസിഷൻ ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഒരു ഗുഡ് ക്ലോസറും ആകണം. ആ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റണം അല്ലെ? ഇപ്പൊ നമ്മുടെ വീഡിയോഗ്രാഫർ ഉണ്ട്, അപ്പൊ ആള് പറയണം 10 ലക്ഷം, ഒരു 9 ലക്ഷം. നോ, എന്റെ റേറ്റ് 10 ലക്ഷം. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വരൂ. എനിക്ക് മുൻപിൽ വരുന്ന വ്യക്തിയെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്ന, ആ പറയുന്ന വിലക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതും കൂടെ ആവണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നാമത്തെ ഹൈ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. 2 ലോ സപ്ലൈ ആയിരിക്കണം. ലോ സപ്ലൈ, എല്ലായിടത്തും പോയിട്ട് പോകാൻ പാടില്ല. പിന്നെ സ്ട്രോങ് പൊസിഷനിങ് ചെയ്യണം, പൊസിഷൻ ചെയ്തിരിക്കണം. അതിനോടൊപ്പം ഗുഡ് ക്ലോസർ. ഇപ്പൊ ഞാൻ പണ്ട് സ്റ്റീഫൻ ഡേവിസ് പ്രോഗ്രാമിൽ വിളിച്ചു. അപ്പൊ പറഞ്ഞു, കല്യാണത്തിനാണോ? ഞാൻ വരില്ല, എല്ലായിടത്തും പോയി ഞാൻ പാടില്ല, ഞാൻ കോർപ്പറേറ്റ് ഇവന്റ് മാത്രമേ ചെയ്യൂ. അങ്ങനെ എന്ത് ചെയ്യണം? അവിടെ സപ്ലൈ കുറക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് സ്റ്റീഫൻ ഡേവിസ് 10 ലക്ഷം 15 ലക്ഷം മേടിക്കുന്നുണ്ട്. പല അല്ലെ? വേടൻ എല്ലായിടത്തും പോയി പാടില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് മിക്ക ആളുകളും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത്. അപ്പൊ ഇവർക്കൊരു പിടിപെടുന്ന അസുഖം കൂടി ഉണ്ട്, ഹീറോ സിൻഡ്രോം എന്ന് പറയും. അതായത് ഈ ഒരു ഈഗോ ആണ്. പിന്നെ ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ അല്ലെ? ഇങ്ങനത്തെ ഒരു സംഭവം തലക്ക് പിടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇവര് വേറൊന്നും കാണൂല. ഇവർക്ക് ഞാന്, എന്റെ ജോലി, എന്റെ പ്രൊഫഷൻ,
ഇപ്പൊ ഏതോ സിനിമയിൽ സിനിമയിൽ പറയുന്ന പോലെ എന്റെ കിടക്ക അല്ല എന്റെ വീട്, എന്റെ റൂം, എന്റെ കിടക്ക, എന്റെ കെട്ട്. ഈ ഒരു ലോകത്ത് ഇവര് ജയിലിലാണ് ശരിക്കും പറഞ്ഞ. ഇവര് ഇതിന്ന് പുറത്തേക്ക് കിടക്കുന്നവർ ചിന്തിക്കുകയില്ല. ഇവരെ വിചാരം എന്ന് പറയാ ഇതിപ്പ ശരിയാവും. ഇതൊരു സിനിമയിൽ പപ്പു പറയുന്നുണ്ട്, ദിപ്പ ശരിയാക്കി തരാം. ഇതേമാതിരി ഇവര് വിചാരം എന്താ പറയാ, ദിപ്പ ശരിയാവുമെന്ന് വിചാരിച്ച് ലാസ്റ്റ് എന്ത് പറ്റും? ഒന്നുമല്ലാതെ ഇവിടെ നിന്നൊരു ദിവസം ഗുഡ് ബൈ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സെല്ലിംഗ് സർവീസിൽ നിൽക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് ഒറ്റ ചാൻസേ ഉള്ളൂ. ഈ പറഞ്ഞ 4 കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ ഒരു ചാൻസ് ഉണ്ട്, ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഞാനും കഴിഞ്ഞ 20 കൊല്ലം ഇതേമാതിരി 4 കാര്യങ്ങൾ സെറ്റാക്കി വന്നവനാ. പക്ഷെ എന്നിട്ടും ഒരു പരിധി വരെ അതിലൂടെ സക്സസ് ആവാൻ പറ്റിയില്ല. പക്ഷെ അത് ചാൻസും ഉണ്ട്. ഇപ്പൊ ഫിലിം സ്റ്റാറും സിംഗേഴ്സും ഒക്കെ അങ്ങനെ വന്നവർ തന്നെയാണ്. പക്ഷെ എല്ലാവരും ആയിട്ടില്ല. ഇപ്പൊ ചില സ്റ്റാറുകൾ കാണാം ഒറ്റടി കയറി വരും, പിന്നെ അവരെ കാണാൻ പറ്റില്ല. എത്ര പേരുണ്ട്? ചില സിംഗർമാര്, ചില ബാൻഡ് അല്ലെ, ചില ബാൻഡൊക്കെ ഭയങ്കരമായിട്ട് ബ്രാൻഡ് തോന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവരൊക്കെ അവിടെ പോയി. അപ്പൊ അതൊരു ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെല്ലിംഗ് സർവീസിൽ നിൽക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമ്പന്നാവാൻ ചാൻസ് 1%, 1%. ആ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അത് 1% മാത്രമാണ് സാധ്യതയുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു, സമ്പന്നാവട്ടെ സ്റ്റെയർ കേസ് നമ്പർ 1 സെല്ലിംഗ് ടൈം, 2 സെല്ലിംഗ് സർവീസ്. അപ്പൊ സർവീസ് വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സമയത്തെ വിറ്റുകൊണ്ടോ ഒരു കാര്യമില്ല അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എത്ര ട്രെയിനർമാരുണ്ട് ഇവിടെ, എന്നും കാണാം 1599 രൂപ. ഓക്കെ അല്ലെ, അവരെ ഇന്ന ട്രെയിനിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ അല്ലെ പല തരത്തിലുള്ള. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ തുറന്നാൽ ട്രെയിനർമാരെ തന്നെ നടന്നുകൂടാ. അപ്പൊ അവരവസ്ഥ, ഈ ട്രെയിനർമാർ ചിലർ വന്നിട്ട് പറയും എങ്ങനെ സമ്പന്നാവാം. ഇവരവസ്ഥ എന്താ? ഈ പഠിപ്പിക്കുന്ന ആളുടെ അവസ്ഥ എന്താ അല്ലെ. അപ്പോ ഇവിടെ ഈ 2 കാര്യങ്ങള് ഇവർക്ക് അറിയില്ലാന്ന് എനിക്ക് തോന്നണേ. പക്ഷേ അതറിയാവുന്ന ട്രെയിനർമാരുണ്ട്, അവരെങ്ങനെ ആയിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പൊ എന്റെ ഗുരു തന്നെ പഠിപ്പിച്ചപ്പോ ഇത് പഠിച്ചിട്ട് സമ്പന്നായ ആളാ. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ പ്രാക്ടീഷണറാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? എന്താണ് സാർ പ്രാക്ടിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ? ഈ പ്രാക്ടിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്ത് കാണിച്ചിട്ട് പറയാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിള് ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ സമ്പന്നവും പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ അച്ഛന്റെ കാശ് കൊണ്ട് സമ്പന്നായത് എനിക്ക് പറ്റില്ല പഠിപ്പിക്കാൻ. എന്റെ ഫാദർ സമ്പന്നാണ്, ഞാനും സമ്പന്നോ, എനിക്കത് പഠിപ്പിക്കാൻ പറ്റില്ല. ഞാനും അതേ ലോ ലെവലിൽ നിന്ന് ഇവിടം വരെ എത്തിയാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അയാളാ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ട്, അത് പഠിക്കാം. മറ്റേതാണെങ്കിലോ, ഇപ്പോ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി അല്ലെ, പണ്ട് വീഗാഡില് അല്ല അറിയാല, സ്കൂട്ടറുമ്പോ കൊണ്ടുപോകും, സൈക്കിളുമ്മല് കാട്ടൂര് ഭാഗത്ത് ഞങ്ങളെ ഏരിയയാണ്. അപ്പൊ അവിടെയൊക്കെ സ്റ്റെബിലൈസർ വിറ്റ് നടന്ന ആളാ. അപ്പൊ ആ സമയത്ത് ഒരുപാട്, ഇപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവര് ഇന്നർവെയർ V-Star എന്നുള്ള ഈ അണ്ടർവെയർ ഒക്കെ മറ്റേ ഇതൊക്കെ വിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്താണ്, അതൊരു വൻ സെറ്റപ്പിലേക്ക് അല്ലെ, ഒരു ബ്രാൻഡിലേക്ക് മാറി. അപ്പൊ ഇത് ഒരു പരിധി വരെ ആളുകൾ കളിയാക്കും. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ നാളെ ഇത് സമ്പത്തില്. ഇപ്പൊ ഇത് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ പലരും താഴെ വന്നിട്ട് കമന്റ് ചെയ്യും. ഇവരെവിടെ ഇരിക്കുന്ന അറിയോ? ഈ കമന്റ്, ബാഡ് കമന്റ് എന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. അവർ സ്റ്റേജ് നമ്പർ 1-ലോ 2-ലോ ആയിരിക്കും. സ്റ്റേജ് നമ്പർ 3, 4, 5 ഉണ്ട്. ഇവർക്ക് ഈ കമന്റ് ഇടൂല. അവർക്കറിയാം എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കണമെന്നും അവരാ വഴി കയറി പോയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെ കയ്യിൽ നിന്ന് ഉപദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അത് 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോ എൻ്റെ ഉപദേശം വേണം, എൻ്റെ ഉപദേശം വേണമെങ്കിൽ എന്ത് വേണം? ഞാൻ ലിൻഡുവിനേക്കാളും ഉയർന്ന സ്ഥാനത്തുള്ളവനായിരിക്കണം, ലിൻഡുവിനേക്കാൾ കൂടുതൽ പണമുള്ളവനായിരിക്കണം, ലിൻഡുവിനേക്കാൾ കൂടുതൽ അറിവുള്ളവനായിരിക്കണം. അല്ലെങ്കിലോ എൻ്റെ ഉപദേശത്തിന് ഒരു വിലയില്ല. അപ്പൊ ഉപദേശം കേൾക്കേണ്ടത് നമ്മൾക്കൊപ്പമുള്ളവരെടുത്തുനിന്നോ നമുക്ക് താഴെയുള്ളവരൊന്നും ആയിരിക്കരുത്, നമ്മളെക്കാൾ ഉയർന്നവരോട്. ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന ആള്. കറക്റ്റ്. ഓക്കെ, അവരെ ഉപദേശം കേൾക്കുക. ഇപ്പൊ ഇവിടേക്ക് ഭൂരിഭാഗം ചെറുപ്പക്കാർ എന്തെങ്കിലും കേട്ടാ വേഗം പോയി ഉപദേശിക്കും അവരെക്കാളും താഴ്ന്നവരോട്. ഇപ്പോ ഒരു ബെൻസ് കാർ മേടിക്കാനായിട്ട് അത് മാരുതി ഏറ്റവും ഉപയോഗിക്കുന്നവരുടെ അടുത്ത് ബെൻസ് കാർ എങ്ങനെ വെച്ചാൽ അവൻ എന്ത് പറയും? അതെ, അവന് എല്ലാ കാറിനും 4 ചക്രം, അവർക്ക് എല്ലാ കാറും 4 ചക്രമുള്ളൂ. പക്ഷെ ബെൻസ് മേടിച്ചവനെ അറിയുള്ളൂ ബെൻസിന്റെ ഗുണം എന്താണ്, അവനോട് ചോദിക്കണം അല്ലെ. അപ്പൊ ഈ 1, 2 സ്റ്റേജ്, ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ അമ്മാവൻ മൈൻഡ് സെറ്റ് ഉള്ളവര് ഇവര് വന്ന് താഴെ ഇടുന്ന കമന്റ് ഉണ്ട്. എന്താണെന്നറിയോ?
ഇതിൽ ഭൂരിഭാഗം പേരും ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ 2 സ്റ്റെപ്പിലുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ സമ്പത്ത് എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രം. ചാൻസ് ഉണ്ട് 1%. അപ്പൊ ഇവിടെ ഞാൻ കണക്കാക്കിയോളം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ 80% ആൾക്കാരും സെല്ലിംഗ് ടൈമും രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഏകദേശം 9% ആൾക്കാരുണ്ട് അത് നിൽക്കുന്ന സെല്ലിംഗ് സർവീസിലാണ്. അപ്പൊ ആദ്യത്തത് സെല്ലിംഗ് ടൈം, രണ്ടാമത്തെ സെല്ലിംഗ് സർവീസ്. എന്താണ് സാർ മൂന്നാമത്തത് സെല്ലിംഗ് പ്രൊഡക്റ്റൈസർ സർവീസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ പ്രൊഡക്റ്റൈസർ സർവീസ് കൂടെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് സമ്പത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമ്പന്നാവാനാണ്, നമുക്ക് സമ്പന്നാവണം. പക്ഷെ എന്താണ്, ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് ഇന്നോവേറ്റീവ് ആവാൻ വേണം. അതായത് പ്രൊഡക്റ്റ് ബേസിലുള്ള സർവീസിനെയാണ് പ്രൊഡക്റ്റൈസ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇന്നോവേഷൻ ഉണ്ടാവണം. അതായത് ഒരു വ്യക്തിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ സൊല്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആ പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കണം. അതെ ഇങ്ങനെ പറയണത് കസ്റ്റമറുടെ പെയിൻ അനുസരിച്ച്, ഒരു കസ്റ്റമർ പെയിൻ ഉണ്ട്, ആ പെയിൻ അനുസരിച്ചിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിച്ചു നോക്കിയേ, ആൾക്കാർ വാങ്ങിക്കൂലേ അല്ലേ? അപ്പോൾ ഈ ഒരു സ്പെസിഫിക് പ്രോബ്ലം നമ്മൾ കണ്ടെത്തണം. ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ 2-3 കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഈ 3rd സ്റ്റേജിൽ ഒന്ന്, ആ പ്രോബ്ലത്തെ കണ്ടുപിടിച്ചിട്ട് അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോക്ടറായിട്ട് നമ്മൾ മാറണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, മേശയിൽ കുറെ മരുന്ന് നിരത്തി വെച്ചിട്ടുണ്ട്, പനിയാണെന്ന് വിചാരിക്കും. അപ്പൊ ഡോക്ടർ പറയാണ്, ഇതാ ഇരിക്കുന്നത് ഡോളോ, അത് 5 ദിവസത്തേക്ക് 100 രൂപ. അപ്പുറത്തിന് പാരസെറ്റാമോൾ 5 ദിവസത്തേക്ക് 120 രൂപ. അപ്പുറത്ത് വേറൊരു മരുന്ന് അതിന് 150 രൂപ. ഏതാ വേണ്ടത് എന്ന് വല്ല ഡോക്ടർമാർ ചോദിക്കാറുണ്ട്? ഇല്ല. ഡോക്ടർ എന്താ പറയുള്ളൂ, നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് പറയും, നിങ്ങളുടെ അസുഖത്തിലെ മരുന്ന് ഇതാണ്, അത് എടുത്തോട്ടാ, അത് കഴിച്ചോളണം. അല്ലെങ്കിൽ ഡോക്ടറെ അറ്റാക്കിന് എത്ര ചാർജ്, സർജറിക്ക് ഡോക്ടറെ ലിവർ മാറ്റം എത്ര ചാർജ്, അങ്ങനെ ചോദിച്ചിട്ടാണോ? അല്ല, നമ്മള് ആ അസുഖത്തിൽ ഡോക്ടർ പറയും വില. ഇതേപോലെ തന്നെ ഇവിടെ മാർക്കറ്റിൽ കാണുന്ന എന്താണോ ഒരു പെയിൻ, ആ പെയിൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ഒരു മരുന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങളെന്നെ അഭിസംബോധന ഡോക്ടർ നിഷാദ്, ഞാൻ MBBS പഠിച്ച ഡോക്ടറല്ല, ഡോക്ടറേറ്റ് എടുത്തതാ. അപ്പൊ എന്താണ് എന്റെ മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കാനുള്ള മരുന്നാണ്. മറ്റു ഡോക്ടർമാരോ അസുഖം വന്നു കഴിയുമ്പോൾ. അപ്പൊ ഇവിടെ വരാതിരിക്കുന്ന എന്ത് വേണം, നമുക്ക് ശാന്തി, സമാധാനം, സന്തോഷം. ഈ ശാന്തി, സമാധാനം, സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? പണം വേണം, സമ്പത്ത് വേണം. അപ്പോ ഒരു സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ സിമ്പിളായിട്ട്, ഇതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു സ്പെസിഫിക് പ്രോബ്ലം കണ്ടുപിടിച്ചു. ആ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ. ഇനി ആ പ്രോബ്ലം കണ്ടുപിടിച്ച 2ാമത്തെ പോയിന്റ് ഉണ്ട്, അറിയുന്നത്? അതെ സർ, അതായത് പൊസിഷൻ ചെയ്യണം. അതായത് നമ്മളിപ്പോ ഞാൻ കുറെ നാൾ മുമ്പ് സ്വാഭാവികമായിട്ട് ഇപ്പൊ മാർക്കറ്റിലുള്ള ഒരുപാട് ഒരു കാര്യമാണ് ബേക്കർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പ്രൊഡക്റ്റീവ് സർവീസ് തന്നെയാണ്. അതെ, പ്രൊഡക്റ്റൈവ് സർവീസ് ആണ്. പക്ഷെ ഒരു ബേക്കറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെ ഒരു 2 കിലോമീറ്റേഴ്സ് മാറി മറ്റൊരു ബേക്കർ ഉണ്ടാവും. അപ്പം കമ്പയർ ചെയ്യാൻ അവളെ പോലെ ചെയ്യണം, അവനെ പോലെ ചെയ്യണം എന്ന കമ്പാരിസൺ അവിടെ വരും. അപ്പൊ അവിടെ അങ്ങനെ ഒരു കമ്പാരിസൺ വന്നാലും ഇവിടെ പ്രൊഡക്റ്റൈസ് സർവീസിൽ വിജയിക്കില്ല എന്നുള്ളതാണ് സാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് നമ്മൾക്ക് പകരം വെക്കാൻ വേറെ ആളുണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് ഇത് നിങ്ങളെ കയ്യിൽ നിന്ന് അടുത്തുള്ളത് മേടിക്കാം, നോ, അങ്ങനെ ആവാനും പാടില്ല. അപ്പൊ എന്തായി, പൊളി അല്ലെ? അപ്പൊ എന്തായി, ആ 2ാമത്തെ ഭാഗം നമ്മൾ കവർ ചെയ്യണം. അപ്പൊ ഒന്ന്, കസ്റ്റമറെ വേദന കണ്ടുപിടിച്ച് ആ വേദനയ്ക്കുള്ള മരുന്ന് നമ്മൾ കൊടുത്തു. 2, ഇത് വേറെ ആരുടെ കയ്യിലും ഇല്ല. പിന്നെയോ 3ാമതൊരു പോയിന്റ് കൂടി ഉണ്ട്, അതായത് സ്കെയിലബിലിറ്റി. അതിനെപ്പറ്റി തന്നെ എങ്ങനെ ഇതിനെ കയറ്റിക്കൊണ്ട് വരാം എന്നുള്ള ഒരു ചിന്ത ഉള്ള വ്യക്തിക്ക് പ്രൊഡക്റ്റൈസ് സർവീസ്, അതായത് സിസ്റ്റത്തിനെ ഇത് ചെയ്യണം. അതായത് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വേണം. ഇപ്പൊ സെല്ലിംഗ് സർവീസിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിലേ അവിടെ സർവീസിന് സെല് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഏറ്റവും ഉന്നതി നിൽക്കുന്ന ഇപ്പൊ ആരായിക്കോട്ടെ, ഈ സ്കില്ലിനെ വിറ്റ് അല്ലെങ്കിൽ സ്കില്ലിനെ സെല്ല് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ അവരുണ്ടെങ്കിലേ സർവീസിനെ അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ തിങ്കിങ് സ്കെയിലബിലിറ്റി അല്ലെങ്കിൽ തിങ്ക് സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളില്ലെങ്കിലും ഒരു സിസ്റ്റം, ഒരു പേഴ്സൺ അല്ല, ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രൊഡക്റ്റൈസ് സർവീസിലൂടെ വിജയിക്കാൻ സാധിക്കും. കറക്റ്റ്. ഇങ്ങനെ പറയണത് ഒരു പേഴ്സണിന്റെ പേരിൽ ബിസിനസ് ആണെങ്കിൽ
ഒരു ദിവസം അത് മരിക്കും. അതേസമയം ഒരു സ്കെയിലബിൾ ബിസിനസ് ആണെങ്കിൽ അല്ലേ, ആ പേരിലാണെങ്കിൽ സ്കെയിലബിൾ ആണെങ്കിൽ അത് സക്സസ് ആവും. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാം, ഇപ്പോൾ വയനാട്ടിൽ ഇപ്പം എനിക്ക് തോന്നുന്നു 146 ഏക്കർ മൊത്തം എടുത്ത് പണി നടക്കുന്നുണ്ട്. പല സ്ഥലത്തും പണികൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10-600ഓളം പണിക്കാർ ഇപ്പോൾ അവിടെ പല സൈറ്റിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. JCB അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓടി തീരൂല. അപ്പം അവിടെ സത്യം പറഞ്ഞാൽ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഞങ്ങൾ 3 സെക്ഷനായിട്ടാണ് പോകുന്നത്. ഒരു കമ്പനി ശരിക്കും പറഞ്ഞാൽ 3 പാർട്ടായിട്ട് തിരിയണം. ഒന്ന് ഓപ്പറേഷൻസ്, 2 സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, 3 ഫിനാൻസ്. അപ്പം ഇതിൽ ഈ ഓപ്പറേഷൻസ് വിഭാഗം നോക്കുന്നത് എൻ്റെ ബ്രദറാണ്. ഈ ബ്രദറും ഒരു വലിയ ബറ്റാലിയൻ ടീം അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ അവനും 10-600 പേരോടെ സെറ്റാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ എൻ്റെ മകനുണ്ട്. അവനാണ് ഇതിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നോക്കണം അവനാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി എഞ്ചിനീയർ ആണ്. അത് ഓൾറെഡി എല്ലാ കാര്യങ്ങളും എനിക്ക് ആ വഴി നോക്കേണ്ട കാര്യമില്ല. ആർക്ക് എത്ര പേയ്മെന്റ് കൊടുക്കുന്നു അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് അവൻ കൊടുത്തോളൂ, ട്രാൻസ്ഫറിങ് എല്ലാം. എൻ്റെ പണി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. എന്താണ്, ഒരു വലിയ ബറ്റാലിയൻ ടീമിനെ വെച്ച് ഞാനിത് വൃത്തിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പം ഇത് 3 ഓക്കെ. അപ്പം ഇവിടെ എന്നെ സംബന്ധിച്ചോളം സിസ്റ്റം വർക്ക് ചെയ്യണം. ഒരു സിസ്റ്റം ഇപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ കൂടെ ഒരു 100-500 പേരുണ്ട്. ഞാനില്ലെങ്കിൽ അവരിത് വിൽക്കും. ഓക്കെ. അവിടെ എന്തുണ്ട്, അവിടെ സിസ്റ്റം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അവിടെ ഒറ്റയടിക്ക് പെട്ടെന്ന് കുറച്ച് പ്രോപ്പർട്ടി മേടിക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ അന്ന് മീറ്റിങ്ങിൽ പെട്ട് ഫോണൊന്നും എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരം മകൻ പറയാണ്, ബ്രദർ വിളിച്ചിരുന്നു, കുറച്ച് പൈസ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടിരുന്നു, 5.25 ഏക്കർ പെട്ടെന്ന് മേടിക്കേണ്ട വന്നു. കാരണം നമ്മളെ റിസോർട്ടിനോട് ചേർന്നുകൊണ്ട് തന്നെ കുറച്ച് പ്രോപ്പർട്ടി അധികം മേടിക്കണം. കാരണം റിസോർട്ട് മൊത്തം വിറ്റ് കഴിഞ്ഞു. നമ്മൾ 90 പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അത് 86 വിറ്റു. പക്ഷെ ഒരുപാട് ആവശ്യക്കാരപ്പോൾ. അപ്പോൾ അത് 148 എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചപ്പോൾ അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ സ്കെയിലബിൾ ആക്കി എന്നുള്ളതാണ്. അതേസമയം എല്ലാം ഞാനാണെങ്കിലാ നേരത്തെ പറഞ്ഞ പോലെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഇതെല്ലാം ഒരാളത്തെ അവസ്ഥ എന്താ, നടക്കില്ല. അപ്പൊ അതുകൊണ്ട് പറയണത്, ഒരു പേഴ്സൺ റൺ ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ ഒരു ദിവസം അത് മരിക്കും. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ വേടന്റെ ഷോ ഉണ്ടായിരുന്നു. 10-15,000 പേര് അവിടെ വന്നിരുന്നു. പക്ഷെ വേടന് പനി പിടിച്ചു. അവിടെ എന്തില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ആരില്ല. വേടന് പകരം വേടൻ വേറെ ആർക്കും വെക്കാൻ പറ്റിയില്ല അവിടെ. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റൈസ്ഡ് സർവീസ് കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടെ നമ്മൾ പോയാലോ അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് വെൽത്തിന്റെ 3ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ പ്രൊഡക്റ്റ് ബേസിൽ നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം സൊല്യൂട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. അതിനോടൊപ്പം തന്നെ പൊസിഷൻ ചെയ്യണം. നമ്മളല്ലാതെ വേറെ ആരും എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞാൻ മാത്രം എന്നൊരു കമ്പാരിസൺ അവിടെ വരാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ സ്കെയിലബിലിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്കെയിലബിലിറ്റിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിലും അവിടെ റൺ ചെയ്യാനായിട്ടൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇതാണ്. പക്ഷേ ഇപ്പൊ ഇതുകൊണ്ട് എല്ലാവർക്കും തോറ്റുപോകുന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. സമ്പന്നാവാൻ പറ്റില്ല അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ജീവിച്ചു പോകാൻ സാധിക്കുമായിരിക്കാം, കുറച്ചൊക്കെ നേടാനും സാധിക്കുമായിരിക്കും. പക്ഷെ സമ്പന്നതയിലേക്ക് എത്താൻ, അതായത് സമ്പന്നൻ എന്ന് പറയുമ്പോൾ എന്താഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഗിവിങ് ബാക്ക് ടു നേച്ചർ, അങ്ങനെയല്ലേ സാറ് പറയുന്നത്. അതായത് പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. നമ്മളോട് ഒരാൾ വന്ന് സഹായം ചോദിക്കുമ്പം നമ്മളുടെ പോക്കറ്റ് നോക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സമ്പന്നതയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ 3 വിഭാഗത്തിൽ നിന്നിട്ടും കാര്യമില്ല. അപ്പൊ 4ാമത്തെ വിഭാഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എത്താൻ സാധിക്കുമോ സാർ? ഈ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ 3ാമത്തെ സ്റ്റേജിൽ സെല്ലിംഗ് പ്രൊഡക്റ്റൈസ്ഡ് സർവീസ് ആയിരുന്നു. 4ാമത്തെ സ്റ്റേജിൽ സെല്ലിംഗ് പ്രൊഡക്ട്സ്. അതായത് അവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണം, പക്ഷേ നമ്മൾ വിൽക്കരുത്. ക്ലിയർ ആയോ? മറ്റേത് എന്തായിരുന്നു, നമ്മളും കൂടി ചേർന്നുകൊണ്ട് വിൽക്കുന്നു. മറ്റേത് അപ്പുറത്തെ എന്താണ്, സർവീസ് മാത്രം നമ്മൾ കൊടുക്കുന്നു. സെല്ലിംഗ് പ്രൊഡക്റ്റൈസ് സർവീസിൽ നമ്മൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട്. എക്സാമ്പിൾ പറയാം, റിസോർട്ട് വിൽക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ടീമിന്റെ കൂടെ ഉണ്ട്. പക്ഷേ അടുത്ത സ്റ്റേജിൽ ഈ റിസോർട്ടിന് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി. അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ പെർ ഡേക്ക് ഞങ്ങൾ ചാർജ് ചെയ്യണത് 20,000 രൂപയാണ്, അറിയാലോ. ഇത് ആദ്യമേ തന്നെ ഒരു പാക്കേജ് ആക്കുന്നു. അവിടെ വന്ന് താമസിക്കുന്ന വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് അടുത്ത കൊല്ലത്തേക്ക് താമസിക്കാനായിട്ട് ഇത്ര നൈറ്റ് ഉണ്ട്. ഈ നൈറ്റിന്റെ മൊത്തം അക്കോമഡേഷൻ പാസ് പ്രിന്റ് ചെയ്തിട്ട് അത് ഒരു ഉൽപ്പന്നമാക്കിയിട്ട് ടീമിന് കൊടുത്തേക്കാം. പ്രീ ബുക്കിംഗ് അറിയാലോ. ആ പ്രീ ബുക്കിങ്ങിന് ഉൽപ്പന്നമാക്കി. ഇപ്പൊ എന്താ പണി, സെല്ലിംഗ് പ്രൊഡക്റ്റ്. പക്ഷെ ഞാൻ വിൽക്കില്ല. ആര് വിൽക്കും?
കൂടെയുള്ള അസോസിയേറ്റ്സ്, കൂടെയുള്ളവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. അപ്പൊ എന്താണ്, എനിക്കറിയില്ല അവരാരൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പൊ ആമസോൺ എന്താ ചെയ്യണേ, ബസൂസ് ആണോ വിൽക്കണേ? അല്ല, സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇത് വിറ്റോളൂ. ഇതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഒരു സിസ്റ്റം സെറ്റാക്കി, റിസോർട്ട് പണ്ട് സെറ്റാക്കുന്നവരെ കൂടെ നിന്നു. ഇപ്പൊ എന്ത് ചെയ്തു, ആ സിസ്റ്റമാണ് അത് ചെയ്യണത്. എനിക്കറിയില്ല ഇന്നലെ എത്രയോ പാസ് വിറ്റു, എനിക്കറിയില്ല. അത് ടീം സെറ്റാക്കി. ഓക്കെ, ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന രീതിയിലേക്ക് ഒരു സമ്പന്നതയിലേക്ക് പോകാൻ പറ്റും. അവിടെ നമുക്ക് റൂളില്ല. ആരൊക്കെയോ വിൽക്കുന്നു, ആരൊക്കെയോ വന്ന് താമസിക്കുന്നു. അപ്പൊ എന്തായി, വിൽക്കുന്നത് ആരോ, അവിടെ വന്ന് താമസിക്കുന്ന ആരൊക്കെയോ, അല്ലെ? ഇതിലൊക്കെ എന്തായി, ഒരു സിസ്റ്റം റൺ ചെയ്യണം. അപ്പോൾ സിസ്റ്റം, ഏത് ബിസിനസ് സിസ്റ്റം ഉണ്ടോ അത് ഗ്രോയിലേക്ക് പോകും. അതേസമയം ഒരു പേഴ്സൺ ആണെങ്കിലോ താഴോട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, പണ്ടത്തൊക്കെ കാണുന്ന ചില കടകളിൽ ക്യാഷിൽ മുതലാളി തന്നെ, ആ ഇരിപ്പ് അവിടെ ഇരിക്കും. രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതേസമയം എന്താണ്, ഒരു സിസ്റ്റം ചെയ്ത് നോക്കിയേ, അത് വലിയൊരു ഗ്രോത്തിലേക്ക് പോകും. ഇതാണ് 4ാമത്തെ സ്റ്റേജിൽ സെല്ലിംഗ് പ്രൊഡക്ട്സ്. അപ്പൊ എന്ത് പറ്റും, ഈ സെല്ലിംഗ് പ്രൊഡക്ട്സിൽ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അപ്പൊ എന്തായി, ഒരുപാട് പണം ഉണ്ടായി. അപ്പൊ ഈ പണത്തെ പിന്നെ എന്ത് ചെയ്യണം? അതാണല്ലേ 5ാമത്തെ സ്റ്റെപ്പ്. എന്താണ് സാർ 5ാമത്തെ സ്റ്റെപ്പ്? ഈ പണത്തെ പിന്നെ സ്വന്താക്കണം. ഓ, അതായത് അവിടെ പൈസ ഉണ്ടാക്കിയിട്ട് വീണ്ടും ചെയ്യേണ്ട പണി വീണ്ടും ബിസിനസ്സിലേക്ക് കൊണ്ട് ചെയ്യാന്നുള്ളതല്ല. വന്ന പൈസയെ നമ്മൾ എന്ത് ചെയ്യും, സ്വന്തമാക്കി മാറ്റണം. അതിന് ആ പൈസയെ പണിക്ക് വിടാൻ പറയും. ദാറ്റ് ഈസ് സെല്ലിംഗ് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ബൈയിങ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വഴി തിരിച്ചു വിടണം. പിന്നെ ഈ ഉണ്ടാക്കിയ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കണം. അതാണ് കൂടുതൽ ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റാണ് തോന്നുന്നത്. അതായത് പണം ഉണ്ടാക്കുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്, പക്ഷെ ഒരു ഇടയ്ക്കുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ചെലവാക്കണമെന്ന് ആളുകൾ മനസ്സിലാക്കാത്ത ഒരവസ്ഥ. അതിന് സമ്പത്തിലേക്ക് എത്തണമെങ്കിൽ ബൈയിങ് ഓർ സെല്ലിംഗ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ 5ാമത്തെ സ്റ്റെയർ കേസ് നമുക്ക് ചവിട്ടാൻ സാധിക്കും. തീർച്ചയായിട്ടും. അതായത് വേണമെങ്കിൽ ഇപ്പോൾ എംപ്ലോയീസ് ഉണ്ടല്ലോ, 1ാമത്തെ സ്റ്റെപ്പ്, അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയോ, അതില് 3 കാര്യങ്ങൾ അവർ പഠിച്ചാൽ മതി. ഇത് ഇവരാരും പഠിപ്പിച്ചും കൊടുക്കുകയില്ല, പറഞ്ഞോട്ട് കേൾക്കുകയില്ല. എന്താണെന്നറിയോ? അറിയോ? പണം ഉണ്ടാക്കുന്നുണ്ട്, കൂടുതൽ പണം ഉണ്ടാക്കുന്നില്ല. അതായത് ആ സ്റ്റേജ് പഠിക്കേണ്ട കാര്യം, ഹൗ ടു മേക്ക് മോർ മണി. അതായത് ഒരു മാസം എങ്ങനെ 3,33,333 ഉണ്ടാക്കാം. ഹൗ ടു മേക്ക് മോർ മണി പെർ ഇയർ. 40 ലക്ഷം രൂപ. അത് ജോലിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അത് കേൾക്കാനും തയ്യാറാവില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. അപ്പൊ പറഞ്ഞത് ഹൗ ടു മേക്ക് മോർ മണി. അപ്പോൾ 1ാമത്തെ കാര്യം, ഇവിടെ ഭൂരിഭാഗം ജനങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് ഹൗ ടു മേക്ക് മോർ മണി. കുറച്ച് പൈസ ഉണ്ടാക്കാൻ അറിയാം. 2, ഹൗ ടു മാനേജ് മണി. വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ പറയണത്, നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു, കുഴപ്പമില്ല. ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കാൻ പാടില്ല. എങ്ങനെ? ഉണ്ടാക്കുന്ന പണത്തെ ചെലവാക്കാൻ പാടില്ല. പറയുമ്പോ എന്താണ്, ഇവരൊക്കെ ചിരിക്കും. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ചെലവാക്കാൻ പിന്നെ എന്തിനാ? അതായത് നമ്മള് മേക്ക് ചെയ്യുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല. എന്ത് ചെയ്യണം, ആ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വേണം ചെലവാക്കാൻ. അപ്പൊ എന്താ ഗുണം, നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ബാക്കി. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്നെ വീഡിയോഗ്രാഫർ തന്നെ എടുക്കാം. പുള്ളി ഒരു മാസം ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ചെലവാക്കുന്നുണ്ട്. പക്ഷെ ബാക്കി കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ എന്താന്ന് പറയും, വട്ടപ്പൂജ്യാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയോട് ചോദിച്ചു, ഒരു മാസം എത്ര ചെലവുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞത്, എനിക്ക് ആവറേജിൽ 50,000 രൂപ ചെലവുണ്ട്. ഓക്കെ, 50,000 രൂപ 50,000 ചെലവുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി, ഇപ്പൊ അതിനുള്ളൊരു വഴിയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു, ഇത് സമൂഹത്തിലെ മൊത്തം പ്രശ്നമാണ്. അപ്പോ സമൂഹത്തിലെ എല്ലാവരും മൊത്തം പ്രശ്നമാണ്, ഒരു വലിയ അസുഖമാണ്. എന്ത്, മേക്ക് ചെയ്യുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല. ഓക്കെ, ഈ ഒരു മെസ്സേജ് എല്ലാവരും കൂടെ കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റിന് എങ്ങനെ ഇത് ചെലവാക്കാൻ പറ്റും നോക്കാം. അപ്പോൾ അവർ നോക്കിയപ്പോൾ 50,000 രൂപ ചെലവുണ്ട്. ഇത് നമ്മുടെ റിസോർട്ടിലേക്ക് ചുരുങ്ങിയതൊരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളത്. ഓക്കെ, 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആവറേജ് ഒരു നമുക്ക് അതിന്റെ എമൗണ്ടിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവർ 15 ലക്ഷം കണ്ടെത്താൻ ശ്രമിക്കില്ല. ഒരു പക്ഷെ ഇവരെ കയ്യിൽ തന്നെ ഗോൾഡായിട്ടോ പല ചിട്ടികളായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരെന്ത് ചെയ്യില്ല, മുടക്കാൻ തയ്യാറാവില്ല. പേടിയാ.
കാരണം ഇവിടെ പല സ്കാമുകൾ നടന്ന കാരണം ഇവർക്കത് ഇത് നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയത് ഒരു മൈനസ് ആണല്ലോ. കാരണം സേഫ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും മേഖല ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് രണ്ട് മേഖലയുള്ളൂ. ഒന്ന് സ്വർണവും, രണ്ട് സ്ഥലവും ഭൂമിയാണ്. ഇത് രണ്ടിന്റെ ഗുണം എന്താ? സേഫ് ആണ്, സെക്യൂർ ആണ്, ഗ്രോത്തും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വില കുറയാത്ത സാധനമാണ് ഭൂമി. പിന്നെ സ്വർണ്ണോ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് കാര്യത്തിൽ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവരെന്ത് ചെയ്യുള്ളൂ? പൈസ ഉണ്ടാക്കും, ചെലവാക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വെൽഡർ എൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു. ഈ വെൽഡർക്ക് ഒരു മാസം വീട്ടിലെ ചെലവ് 30,000 രൂപയാണ്. അപ്പൊ പുള്ളിക്കൊരു ആഗ്രഹം, എനിക്ക് വയനാട്ടിൽ റിസോർട്ട് പാർട്ട്ണർഷിപ്പ് വേണം, 1 ലക്ഷം രൂപയ്ക്ക് തരാൻ പറ്റുമോ? ആയിക്കോട്ടെ, ഓക്കെ. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു എത്ര ചിലവുണ്ട്? 30,000 രൂപ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, വെൽഡ് ചെയ്തിട്ട് കണ്ണൊക്കെ ചുവന്നിരിക്കുക. ഓക്കെ, ഒരു ദിവസം ലീവ് എടുത്താലോ അല്ലെങ്കിൽ ഒരു മാസം ലീവ് എടുത്താലോ വീട്ടിലെ ചിലവ് പ്രശ്നമായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയാം, എവിടെ നിന്നെങ്കിലും എന്ത് ചെയ്യുക, 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ റിസോർട്ടിൽ ഇപ്പം നീ ഒന്നും കൊണ്ടുവന്നില്ലേ, ഒരു 9 കൂടെ കൊണ്ടാ. അങ്ങനെ ചെയ്ത ഗുണം ഈ 10 ലക്ഷം രൂപയ്ക്ക് എന്ത് കിട്ടി? പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തവരുടെ കൈ കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? എല്ലാ മാസം 30,000 ഉറപ്പിച്ച് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ എന്തായി? അതായത് മാസത്തെ ചെലവ് ഇതിൽ നിന്ന് കഴിഞ്ഞു, ചെലവ് നമ്മുടെ റിസോർട്ട് നടത്തിക്കോളും. അപ്പൊ ഇയാൾ ഉണ്ടാക്കുന്ന പൈസ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കി. അപ്പൊ എന്ത് ചെയ്യാം? ഈ പൈസ നേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു കൊല്ലത്തെ കണക്കെടുക്കുന്നു. ഒരു കൊല്ലം എത്രയായി? 30,000 ഉണ്ടാക്കുന്ന പൈസ ബാക്കി ചെലവ് നടത്തിക്കൊണ്ട് പോകണം. അപ്പൊ ഒരു വർഷം 3,60,000 രൂപ ഇതും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ കിട്ടുന്ന ലാഭം എത്രയായി? 30,000 നേരെ എത്രയായി? 35 കയ്യിൽ നിന്ന് കൂട്ടും. ഓക്കെ, ആ 5,000 രൂപ എന്തായി? അതും എക്സസ് ആയി. ഇവിടെ നിന്ന് കിട്ടുന്ന 30,000 എക്സസ് ആയി. അപ്പൊ എന്താ? അടുത്ത കൊല്ലം 30,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. 10 കൊല്ലം കൊണ്ട് 1 കോടി. 10 കൊല്ലം കൊണ്ട് ഇവന്റെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയായി. പിന്നെ ഒന്നും ചെയ്യണ്ട. ഒരു സാധാരണക്കാരന് പോലും കോടീശ്വരനാകാനുള്ള വഴി ഇവിടെ ഉണ്ട്. പക്ഷേ ഇതാരും പഠിപ്പിച്ചു കൊടുക്കില്ല. കാരണം എന്താ? ഇവിടത്തെ കോർപ്പറേറ്റ് വലിയ മുതലാളിമാർക്ക് തൊഴിലാളികളെ വേണം. ഇവരിത് പറഞ്ഞു കൊടുക്കില്ല. ഇത് എനിക്ക് എതിരെ ചെയ്യുന്ന അമ്പുകളാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും അല്ലെ, ഇതൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ പണിയെടുക്കുന്ന പൈസ ചെലവാക്കാനുള്ളതല്ല, നമ്മൾ പണിയെടുക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വേണം ചെലവാക്കാനായിട്ട്. അപ്പോഴോ മേക്ക് മണി, മാനേജ് മണി, ഇൻവെസ്റ്റ് മണി ആൻഡ് സ്പെൻഡ് മണി. ഈ ഒരു വേർഡ് പഠിച്ചാൽ മതി. പക്ഷേ ഈ ഒരു വേർഡിലേക്ക് പതുക്കെ തുടങ്ങി വെക്കണം. അപ്പൊ ഇവിടെ 4ാമത്തെ സ്റ്റേജിൽ ഒരുപാട് പണം കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? ഇത് മൊത്തം കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അതിലൂടെ വീണ്ടും വീണ്ടും സമ്പന്നമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇങ്ങനെയാണ് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത്. ഇതാണല്ലേ? യെസ്, ഇതാണ് 5 സ്റ്റെയർ കേസ് അല്ലേ? ഈ 5 സ്റ്റെയർ കേസിൽ ഇപ്പോ ലിൻഡ് എവിടെ നിന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അല്ലെ ഇതിലേതെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും അൾട്ടിമേറ്റ് എയിം? സെല്ലിംഗ് ഓർ ബൈയിങ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് എത്തുക, ആ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിപ്പെടാം. അപ്പൊ ഒരു ഇപ്പൊ ഞാൻ എന്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും മോനോട് ചോദിച്ചു, 6ാം ക്ലാസ്സിൽ മോൻ പഠിക്കുന്നുണ്ട്, നിനക്ക് പഠിച്ചെന്താവണം? അപ്പൊ അവൻ ആദ്യം പറഞ്ഞു ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ്. നമ്മൾ മിണ്ടരുത്, ഇൻവെസ്റ്റർ. ഓക്കെ, ഒറ്റ വാക്കേ പാടുള്ളൂ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്തിനു മുമ്പ് പഠിക്കണേ? ഇൻവെസ്റ്റർ ആവാനായിട്ട്. അപ്പോ എങ്ങനെ ഇൻവെസ്റ്റർ ആവും? ഇൻവെസ്റ്റർ ആണ്, പണം വേണം. അതിനെന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യണം. ഒരു ഓണ്ടർപ്രണറായിട്ട് മാറണം. ഒരു ഓണ്ടർപ്രണറിന് എന്ത് വേണം? 3 കൊല്ലം ഏതൊരു സ്ഥാപനത്തിൽ പോയി പണിക്കണം, ജോലിക്കാരനാവണം. അങ്ങനെയാണ് സമ്പന്നാവേണ്ടത്. അപ്പൊ എങ്ങനെ? 3 കൊല്ലം എംപ്ലോയി അല്ലെ, അവിടെ നിന്ന് ഓണ്ടർപ്രണറായിട്ട് മാറുന്നു, പണം ഉണ്ടാക്കുന്നു, ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നു, പിന്നെ റിട്ടയർമെന്റ് ലൈഫ്. ഇതാണ് കഥ. ഇതാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ശരിയല്ലേ? അതെ, തീർച്ചയായും സർ. ഇപ്പൊ സ്കൂളുകളിലൊക്കെ എന്താവണമെന്ന് ചോദിക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആരും ഇൻവെസ്റ്റർ ആവണമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറില്ല, ഡോക്ടർ, എഞ്ചിനീയർ. പക്ഷെ സാർ ഇന്നൊരു പുതിയ തിരിച്ചറിവാണ് നൽകിയത്, ഇൻവെസ്റ്റർ ആകാൻ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ മക്കളെ പഠിപ്പിക്കുമ്പോഴേക്കും, ഇൻവെസ്റ്റർ ആകുമ്പോഴേക്കും അവരുടെ ജീവിതം സമ്പന്നതയിലേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് ഒരു വലിയ പാഠമാണ് സാർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. അതെ, ഇപ്പൊ എന്റെ മൂത്ത മകന് ഓൾറെഡി എഞ്ചിനീയർ ആണ്, റാങ്ക് ഹോൾഡർ ആണ്. പക്ഷേ ഞാൻ അവൻ ആദ്യം ചെയ്തത് ആ ജോലിക്കല്ല വിട്ട, അവനെ എൻ്റെ സ്ഥാപനത്തിൽ അന്ന് 18 സ്റ്റാഫ് ഉണ്ട്, ഇവരോടൊപ്പം ഒരു എംപ്ലോയി ആയിട്ട് ഒരു പരിഗണന കൊടുത്തിട്ടില്ല. ഒരു ദിവസം എന്തോ തെറ്റ് വരുത്തി ഡിസ്മിസ് ചെയ്തു. മകനൊന്നും ഒരു കൺസിഡറേഷനും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഓഫീസിൽ വരുമ്പോൾ കോൾ മീ സർ, വീട്ടിൽ ചെല്ലുമ്പോൾ ഫാദർ. അവിടെ സ്റ്റാഫിന്റെ എന്താണോ അത്, അതിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നോളണം, അവരോടൊപ്പം ഇരുന്ന് കഴിച്ചോളണം. അവരെന്താണോ ചെയ്യണം അത് ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ മകൻ എന്താ എനിക്ക് 3-4 കൊല്ലം ചെയ്തിട്ട് ഇപ്പം ഇന്ന് അവൻ കമ്പനിയുടെ CEO ആണ്. ഇന്ന് ഞാൻ
ഒന്നും അറിയണ്ട. കാരണം അവരന്ന് ഡിസിപ്ലിൻ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, പങ്ക്ച്വാലിറ്റി എന്താണ്, ഇതൊക്കെ അന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ പേര് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ വേണം നമ്മളെ കരിയർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ എന്ത് പറ്റും, ആർക്കും സമ്പന്നാവും. അപ്പൊ ഈ സമ്പത്തിനെ കുറിച്ചുള്ള 5 സ്റ്റെപ്പുകൾ അല്ലെ പഠിച്ചാൽ ആർക്കും സമ്പന്നുള്ള അവസരം ഇവിടെയുണ്ട്. യെസ്. അപ്പോൾ 5 സ്റ്റെപ്പുകൾ, സമ്പത്തിലേക്കുള്ള 5 സ്റ്റെപ്പുകൾ. ഒന്ന്, സമയത്തെ സെല്ല് ചെയ്യുക. ആദ്യത്തത് സെല്ലിംഗ് ടൈം, രണ്ടാമത്തത് സെല്ലിംഗ് സർവീസ്, മൂന്നാമത്തത് സെല്ലിംഗ് പ്രൊഡക്റ്റൈസ്ഡ് സർവീസ്, നാലാമത്തത് സെല്ലിംഗ് പ്രൊഡക്ട്സ്, അഞ്ചാമത്തത് സെല്ലിംഗ് ഓർ ബൈയിങ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഒരിടത്ത് മാത്രം നിന്ന് പോകാതെ ഓരോ സ്റ്റെപ്പ്, നമ്മളിപ്പം നമ്മുടെ എസ്കലേറ്റർ ഒക്കെ പോലെ ഒരിടത്ത് നിൽക്കുമല്ല അത് ചെയ്യുന്നത്, അത് മുകളിലോട്ട് പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്, അത് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടിയെങ്കിൽ അവിടെ മാത്രം തുടരാതെ ലൈഫ് ടൈം അവിടേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകണം എന്നുള്ളതാണ് സാർ പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഈ ഒരു 5 സ്റ്റെപ്പ് അല്ലെങ്കിൽ 5 സ്റ്റെയർ കേസസ് ഓഫ് വെൽത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.